ഇന്ന് നമ്മൾ വറുത്തരച്ചൊരു ബീഫ് കറി വെക്കാൻ പോവാണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പം നമുക്കൊരു ബീഫ് കറി വയ്ക്കാം. ചെറിയുള്ളിയാണ് ഞാൻ അതിന് വേണ്ടി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി വേറെ അരിഞ്ഞ് വേണ്ടി അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. കറിവേപ്പില, തേങ്ങാക്കൊത്ത്, മല്ലിപ്പൊടിയാണിത്. മല്ലിപ്പൊടി, മുളക് പൊടി, അത് ഞാൻ വറുത്ത് പൊടിച്ച മുളക് പൊടിയാണ്. ചെറിയ ഉള്ളിയാണ് ഇത്. തേങ്ങ അത് വറുത്തരയ്ക്കുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനമാണ് നമുക്ക് ഞാനൊരു ബീഫ് കറി ഇതെങ്ങനെയാണ് കാണിച്ചു തരാം. നമുക്ക് തേങ്ങ ആദ്യം വറുത്തെടുക്കാം. തേങ്ങയും കുരുമുളകും കൂടിയാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. കുരുമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഴുത്ത കുരുമുളക് എടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞ് മറ്റെടുക്കുകയാണ്. വെള്ളത്തിട്ട് കുരുമുളക് ഇത് ഉള്ളി, ചെറിയ ഉള്ളി വറുക്കുന്നതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഉള്ളി, വറുക്കുന്നതിലേക്ക് കറിവേപ്പിലേക്ക് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായി വറുത്തെടുക്കാം. ബ്രൗൺ കളറായി വരണം. ഇത് നമുക്ക് ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ബീഫ് കറി ആയിക്കോട്ടെ, വറുത്തരച്ച ബീഫ് കറി. പണ്ട് കാലങ്ങളിൽ വറുത്തരച്ച ബീഫ് കറി ആയിരിക്കും ഉണ്ടാകും കൂടുതലായിട്ട്. ഇത് അപ്പത്തിന്, ചപ്പാത്തിക്ക്, പൊറോട്ടയ്ക്ക്, ചോറിനും എല്ലാത്തിനും നമ്മളിത് കൂട്ടും. കപ്പയ്ക്ക് ഒക്കെയായിട്ട് നമ്മളിത് കൂട്ടാണ്. നല്ല ടേസ്റ്റിയാണ്. ഇതൊന്ന് പരീക്ഷിച്ച് ഒരു പ്രാവശ്യം നല്ല കറിയായി. മെനക്കേടൊന്നുമില്ല, പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല. ഇനി നമ്മൾ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാൻ വറുത്ത് പൊടിക്കാത്തതായതുകൊണ്ടാണ് ഞാൻ ആദ്യം അതാ മല്ലിപ്പൊടി കൊടുത്തത്. മുളക് പൊടി ഞാൻ വറുത്ത് പൊടിച്ചതാണ്, അതുകൊണ്ടാണ് പിന്നീട് കാരണം കരിഞ്ഞു പോകാതിരിക്കാൻ. ഞാനിപ്പോൾ ഇതെല്ലാം വറുത്ത് പൊടിച്ചെടുക്കുന്നത്. മല്ലിപ്പൊടി ഞാൻ വറുക്കാതെ പൊടിച്ചതാണ്. കരിയാതെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. തേങ്ങയിൽ ഇളക്കിയാൽ മതി. നമ്മളൊരു രണ്ട് മിനിറ്റ് ഇളക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റായി വരും. ഇപ്പോൾ നല്ല ബ്രൗൺ കളറായി വന്നതെല്ലാം കൂടെ ഫുള്ളൊന്നും കരിഞ്ഞിട്ടില്ല. നല്ല ടേസ്റ്റിയാണ് ഈ കറി. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ക്രിസ്മസൊക്കെയാണ്. ഈ ക്രിസ്മസിന് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഞായറാഴ്ചയൊക്കെ ബീഫ് വാങ്ങുമ്പോൾ, എപ്പോഴായാലും ബീഫ് വാങ്ങുമ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം നമുക്ക്. ഇത് നല്ലോണം തണുത്തതിന് ശേഷമാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നത്. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് കോരിയിടുന്നത്. ഇത് മൊത്തമായിട്ട് നമുക്കതിലേക്ക് ഇടാം. നമുക്കതങ്ങ് അരച്ചെടുക്കാം. ഇതിന് ഞാൻ തക്കാളിയൊന്നും ചേർക്കാറില്ല. തക്കാളിയുടെ ഒന്നും ആവശ്യമില്ല ഇതിന്. അന്നൊന്നും അങ്ങനെ തക്കാളിയൊന്നും ഉണ്ടാവില്ല വീടുകളിലല്ല ഒന്നും. തക്കാളിയൊക്കെ പിന്നീട് പ്രചാരത്തിലായി വന്നത്. എൻ്റെ ചെറുപ്പത്തിലൊന്നും അങ്ങനെ തക്കാളിയൊന്നും അങ്ങനെ ബീഫ് കറിയിലൊന്നും ചേർക്കുന്ന ഒരു ഏർപ്പാടില്ലായിരുന്നു. ഇത് നല്ലോണം ഇതാക്കിയിട്ടുണ്ട്. ഞാൻ പൊടിക്കാൻ കൊണ്ടുപോയി. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായി ചൂടാകട്ടെ. നന്നായി ചൂടായതിന് ശേഷമേ കടുക് ഇടാവുള്ളൂ. അതല്ലെങ്കിൽ കടുക് അങ്ങോട്ട് പൊട്ടുന്നതിന് കടുകിനകത്ത് കിടന്നിട്ട് ഇങ്ങനെ പൊട്ടാതെ ഒരുപാട് നേരം കിടക്കും. നല്ലോണം ചൂടായാൽ പെട്ടെന്ന് പൊട്ടിയും വരും കടുക്. നന്നായി ചൂടായിരുന്നുണ്ട് വെളിച്ചെണ്ണ. നന്നായി ചൂടായി വരുന്നുണ്ട്. എന്നുവെച്ചാൽ വെളിച്ചെണ്ണ കരിഞ്ഞും പോകരുത്. ഞാൻ കടുക് ഇടുകയാണ്. കടുക് നന്നായി പൊട്ടുന്നുണ്ട്. കടുക് നന്നായി പൊട്ടണം. ഒരു കടുക് പോലും പൊട്ടാതെ കിടക്കരുത്. അതിൽ കടുക് ഫുള്ളും പൊട്ടി തീർന്നതിന് ശേഷം കരിഞ്ഞൊന്നും പോവില്ല. ഒരു കടുക് പോലും പൊട്ടാനില്ലാതെ ആകുമ്പോൾ മാത്രമേ കറിയിലേക്ക് അടുത്ത ഇത് ചേർക്കാവുള്ളൂ. ഇപ്പോൾ ഞാൻ ചെറിയ ഉള്ളി ഇട്ട്
ചെറിയുള്ളി ഇടുകയാണ്. ചെറിയുള്ളി ഇട്ട് അതിനകത്തേക്ക് തന്നെ ഞാൻ എന്താ ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തു, പച്ചമുളകും കൂടെ, വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ടാണ്. നന്നായി വഴന്നു വരണം. നന്നായി വഴന്നതിന് ശേഷം നമുക്ക് വളരെ നല്ല ടേസ്റ്റിയായ കറി നമുക്ക് റെഡിയാക്കാം. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. ഞാൻ മല്ലിപ്പൊടി 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്, 1.5 ടേബിൾ സ്പൂൺ ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മുളക് പൊടി ഞാൻ ആകെ 400 ഇറച്ചിയെ ഞാൻ എടുത്തിട്ടുള്ളൂ, 400 ബീഫ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിനകത്തേക്ക് ഞാൻ 1 സ്പൂൺ ടീസ്പൂൺ നിറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ സാധനങ്ങളെല്ലാം ചേർത്തിട്ടാണ് ഒരു 1/4 ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി. 1/4 ടീസ്പൂണിനേക്കാളും കുറവാണ് മഞ്ഞൾപ്പൊടി എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഞാൻ ആ മിക്സിയുടെ അരച്ച ജാറിനകത്തേക്ക് തന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് അത് ഞാൻ അങ്ങോട്ട് ചേർക്കുന്നത്. പച്ചവെള്ളം ഒരു കാരണവശാലും നമ്മൾ ഒരു കറിക്കകത്തും എടുത്ത് ഒഴിക്കരുത്. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ 400 ബീഫാണിത്. അത് നല്ലപോലെ വേവിച്ച് ഇതിനകത്തേക്ക് അരപ്പെല്ലാം കൂടി ഇതിനകത്തേക്ക് ഞാനങ്ങ് ചേർക്കുകയാണ്. നല്ലോണം വേവിച്ചെടുക്കണം നമുക്ക്. ആ ബീഫിനകത്തേക്ക് ആ മസാലയെല്ലാം കൂടി അങ്ങ് ചേർത്തു. നന്നായി ആ മസാലയെല്ലാം കൂടി ആ ബീഫിനകത്തേക്ക് അങ്ങ് ചേർത്തു. അപ്പോൾ ഇതിനകത്ത് കിടന്നിട്ട് നന്നായി വേകുകയും ചെയ്യും. മസാല ഇത് വെന്തിട്ട് എണ്ണ തിരിഞ്ഞിങ്ങി വരും. പാകത്തിന് നമുക്ക് ഉപ്പും കൂടെ ചേർക്കാം. എല്ലാം ചേർത്തതിന് ശേഷമാണ് ഇത് വെക്കുന്നത്. ഇത് വെന്ത് നല്ലപോലെ ബീഫിലൊക്കെ പിടിച്ച് നല്ല ആയിട്ട് വരും. നല്ല ടേസ്റ്റിയായ കറിയാണ്. നമുക്ക് അടയ്ക്കാം, കുക്കർ അടയ്ക്കാം. വെന്ത് വന്നിട്ടുണ്ട്. നന്നായി 5 വിസിലടിച്ചു. അപ്പോഴത്തേക്ക് ഉണ്ടോ കറി ഇരിക്കുന്നത്. ആ കറിയിലെല്ലാ മസാലയും നന്നായിട്ട് പിടിച്ചു. നന്നായി ഇതായിട്ടിരിക്കും, നല്ല ഇതായിട്ട് ഉണ്ടല്ലേ. നന്നായി വെന്ത് ചേർന്നിട്ടുണ്ട്. അതിനകത്തേക്ക് എല്ലാ മസാലയൊക്കെ പിടിച്ച് അതിൻ്റെ എണ്ണയൊക്കെ